സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ശ്രവിച്ച വചനഭാഗങ്ങളിൽ ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക സന്ദർഭമാണ് നമ്മൾ ശ്രവിച്ചത്. ഒരുപക്ഷെ മത്തായി സുവിശേഷകൻ യേശുവിൻ്റെ ഒരു ദിവസം എപ്രകാരമായിരുന്നു എന്ന് സംഗ്രഹിക്കുന്ന വചനമാണ് ആദ്യത്തെ വചനം. യേശു അവിടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും. ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ തിരുനാൾ ദിനത്തിൽ സുവിശേഷം അനുസ്മരിക്കുന്നത്. എന്നാൽ നമ്മൾ സ്മരിക്കുന്ന ആർസിലെ വിശുദ്ധൻ, ആർസിലെ ഇടവക വികാരി വിശുദ്ധ ജോൺ മരി വിയാനി, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അറിയാം. അതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, അദ്ദേഹം ഒരിടത്തിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന രീതിയിലായിരുന്നില്ല പൗരോഹിത്യ ശുശ്രൂഷ. അദ്ദേഹം ആയിരുന്ന ഇടവകയിൽ, ദേവാലയത്തിൽ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മറ്റ് പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ സഞ്ചരിച്ച് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ എല്ലായിടത്തും പോയി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചെങ്കിൽ വിശുദ്ധ ജോൺ മരി വിയാനിയെ തേടി നാനാഭാഗത്തു നിന്ന് അന്ന് ആളുകൾ എത്തി എന്നുള്ളതാണ്. പ്രത്യേകമായ ദൈവകൃപയും അനുഗ്രഹവും ആ വ്യക്തിയിൽ, പുരോഹിതനിലുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ആത്മീയമായ അനുഭവവും ദൈവത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ആളുകൾക്ക് അനുഭവപ്പെട്ടു. അതുമാത്രമാണ് അദ്ദേഹത്തെ തേടി ആളുകൾ എത്തുവാനുള്ള ഒരു കാരണം. അദ്ദേഹത്തെ നമ്മൾ ധന്യമായി സ്മരിക്കുകയാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും മാതൃകയും നമ്മുടെ ഈ രൂപതയിലുള്ള നേരെങ്കര രൂപതയിൽ ജോലി ചെയ്യുന്ന എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകമായി ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അച്ഛന്മാരുടെ കുടുംബാംഗങ്ങളാണ് ഈ ദിവ്യബലിയിൽ സംബന്ധിക്കുന്നത്. ഇത് തീർച്ചയായും വലിയ ഹൃദ്യമായൊരു അനുഭവമാണ്. വൈദികരോടൊപ്പം കുടുംബാംഗങ്ങളും ഈ വിശുദ്ധനെ അനുസ്മരിച്ച് ഈ ബലിയിൽ പങ്കുചേരുന്നത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം നിർലോഭമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം, ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി എന്നതാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പുരോഹിതൻ എന്നുള്ള നിലയിൽ ആർസിലെ വികാരിയായ ജോൺ മരി വിയാനിക്ക് അന്ന് പാപത്തിൽ മുഴുകിക്കഴിഞ്ഞ ഒരു ജനതയായിരുന്നു ആർസിലുണ്ടായിരുന്നത്, ആ ഗ്രാമത്തിലുണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തെ കണ്ടപ്പോൾ, അവരുടെ ആത്മീയ സ്ഥിതി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും അവരോട് അനുകമ്പ തോന്നി എന്നതാണ്. ഈശോയുടെ ദൈവത്തിൻ്റെ അനുകമ്പ, ആർദ്രത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വൈദികനെ സംബന്ധിച്ച്, ഒരു പുരോഹിതനെ സംബന്ധിച്ച്. ഈ വിശുദ്ധൻ അങ്ങനെ ആൾക്കൂട്ടത്തോട്, ജനക്കൂട്ടത്തോട്, ഇടവകയിലുള്ള ആളുകളോട് അനുകമ്പയോടുകൂടി അവിടുന്ന് അദ്ദേഹം അവരെ കണ്ടു, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു എന്നതാണ്. നമുക്കറിയാം, അന്ന് പ്രത്യേകിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രാൻസിൽ മതസ്വാതന്ത്ര്യമൊന്നും അധികമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ജനത കടന്നു പോയത്. ആർസിൽ ശരിയായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ ലഭിച്ചിരുന്നില്ല വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ആളുകൾ തിന്മയിലും പാപത്തിലുമൊക്കെ കഴിഞ്ഞു, ദൈവത്തെ മറന്നു, തന്നെ ഇഷ്ടം പോലെ ജീവിച്ചു, ധാർമ്മിക അധംപതനമുണ്ടായിരുന്നു. ഞാൻ ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം ഈ തിരുനാളിൽ സംബന്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ കുറേ ഏറെ വായിക്കുകയുണ്ടായി. അതിൽ ഒരിടത്ത് വായിച്ചത്, ആർസിലെ വികാരിയായി ഈ ജോൺ വിയാനിയെ നിയമിച്ചുകൊണ്ട് മെത്രാൻ, രൂപത അധ്യക്ഷൻ, അദ്ദേഹത്തോട് പറഞ്ഞ വാക്യമാണ്, ദൈവസ്നേഹം മങ്ങിയ ഒരു നാടാണ് ആർസ്. സ്നേഹിത, അത് അവിടെ കുറച്ചെങ്കിലും കത്തിക്കൂ. രൂപതാധ്യക്ഷൻ അറിയായിരുന്നു, എല്ലാവരും എഴുതി തള്ളിയ ഒരു ഇടവകയാണ് ആർസ്. അവിടുത്തെ സ്ഥിതി അങ്ങനെയായിരുന്നു. ദൈവസ്നേഹം മങ്ങിയ ഒരു നാടാണ്.
സ്നേഹിത, അത് അവിടെ കുറച്ചെങ്കിലും കത്തിക്കൂ. അതെയും കുറച്ചൊന്നുമല്ല. ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെയും ഒരു വലിയ അനുഭവമാണ് 42 വർഷത്തോളം ഒരേ ഇടവകയിൽ ദൈവജനത്തിന് ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പകർന്ന് നൽകിയത്. നമ്മൾ ഓരോരുത്തരും ഈ പുരോഹിതനെ, നമ്മുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയെ സ്മരിക്കുമ്പോൾ ഈ ആർദ്രത, അനുകമ്പ ആളുകളോട്, വിശ്വാസ സമൂഹത്തോട്, ഇടവകയിലുള്ള മക്കളോട് നമുക്കുള്ളിൽ തോന്നുവാൻ, അതിൽ നിന്ന് പ്രചോദിതരായി ഈശോയുടെ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള കൃപയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. വീണ്ടും ഇന്നത്തെ സുവിശേഷ വചനം ഇതാണ്. ഈശോ ശിഷ്യരോട് പറയുന്നതാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഇന്ന് ലോകമെമ്പാടും വൈദികരുടെ ആവശ്യകത കൂടുതലാണ്. പ്രേക്ഷിത രംഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. വിദേശ നാടുകളിൽ മാത്രമല്ല, നമ്മുടെ തന്നെ ഈ പ്രദേശത്ത്, നമ്മുടെ തന്നെ ഈ ഭാരതത്തിൽ, കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം വൈദികരുടെ സേവനവും ശുശ്രൂഷയും ഇന്നും ആവശ്യമാണ്. വിളവ് അധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. സ്നേഹ ബഹുമാനമുള്ളവരെ, ഞാൻ മൈനസ് സെമിനാരിൽ പഠിച്ചപ്പോൾ എൻ്റെ പ്രീഫെക്റ്റ് അച്ഛൻ 1 വർഷം മോൺസിഞ്ഞോർ ക്രിസ്തുദാസ് ആയിരുന്നു. ഞാൻ മേജർ സെമിനാരിയിൽ മംഗലപ്പുഴ എത്തിയപ്പോൾ അഭിമന്യ വിൻസെൻ്റ് സാമുവൽ പിതാവ് എൻ്റെ അധ്യാപകനായിരുന്നു. ഇന്നിപ്പോൾ വൈദിക വിദ്യാർത്ഥികൾ നമ്മുടെ ദിവ്യബലിയിലുണ്ട്, പരിശീലനത്തിലാണ്, വൈദികരാകുവാനുള്ള പരിശീലനത്തിലാണ്. ഞാൻ ഓർക്കുന്നു, നമ്മുടെ മൈനസ് സെമിനാരിയിൽ ജോൺ മരിയ വിയാനിയുടെ മലയാളത്തിലുള്ള ചെറിയ ജീവചരിത്ര പുസ്തകം ലൈബ്രറിയിലുണ്ടായിരുന്നു. അപ്പോഴും നമ്മളെടുത്ത് വായിച്ചു. അതിനുശേഷം വായിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. കാർമകിൽ സെമിനാരിയിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും, മലയാള അധ്യാപകനായിരുന്നു മലങ്കര സഭയിൽപ്പെടുന്ന കിളിച്ചമലയച്ചൻ, വർഗീസ് കിളിച്ചമലയച്ചൻ. വളരെ മനോഹരമായ മലയാള ഭാഷയാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയതാണ് ആ ജീവചരിത്രം. അതിൽ പറയുന്ന 2-3 വാക്കുകൾ, കാര്യങ്ങൾ ഞാൻ അനുസ്മരിച്ചെന്ന് ഓർത്തതാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് എത്ര മനോഹരമായ ചിന്തയും കാഴ്ചപ്പാടുമാണ് ജോൺ മരിയ വിയാനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വചനമാണ്, ഹേ വൈദിക, എത്ര മനോഹരം, എത്ര മഹോന്നതൻ. സ്വർഗത്തിൽ മാത്രമേ വൈദികൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കപ്പെടുകയുള്ളൂ. ഭൂമിയിൽ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ പേടി കൊണ്ടല്ല, സ്നേഹം കൊണ്ട് മരിക്കുമായിരുന്നു. ഈ വിശുദ്ധന് താൻ ഇരുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ, വളരെ പ്രസാദാത്മകമായ കാഴ്ചപ്പാടാണ്, ധാരണയാണ് പുരോഹിതനെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ച്, നാം ഓരോരുത്തരും പുരോഹിതരാണെന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ അഭിമാനവും നമുക്ക് തന്നെ ഒരു ആത്മബോധവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിശുദ്ധൻ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ മനോഹരമായ ഈ വചനമാണ്. ഈ വിയാനിയച്ചൻ പറഞ്ഞത്, പൗരോഹിത്യമെന്നാൽ ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം. നമുക്കറിയാം, ഈ ദിവ്യബലിയിലെ സുവിശേഷ വായനയിൽ ദൈവപിതാവിൻ്റെ സ്നേഹമാണ് ഈശോയുടെ ജീവിതത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും അവിടുന്ന് അന്ന് പാലസ്തീനയിലുള്ള ജനവിഭാഗങ്ങൾക്ക് പകർന്ന് നൽകിയത്. പുരോഹിതരാകുമ്പോൾ, വൈദികരാകുമ്പോൾ അതേ ശുശ്രൂഷയിലാണ് നമ്മളിന്ന് പങ്കുചേരുന്നത്. ഇന്ന് വായിച്ച സുവിശേഷവാദൻ്റെ അവസാനത്തെ വാക്യം, ഈശോ അപ്പോസ്തലന്മാർക്ക് തൻ്റെ അധികാരം കൈമാറുന്നു, അനുഗ്രഹങ്ങൾ കൈമാറുന്നു. അവൻ തന്നെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. പൗരോഹിത്യം യേശുവിൽ നിന്ന് അപ്പോസ്തലന്മാരിലൂടെ തലമുറകളായി കൈമാറപ്പെട്ട ഒന്നാണ്. അതിൻ്റെ മാഹാത്മ്യവും മഹത്വവും വിയാനി പുണ്യവാന്റെ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ ദാനമാണ്, ഇതൊരു വലിയ രഹസ്യമാണ്, ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുകയല്ല, നമ്മൾ ദൈവത്തിൻ്റെ വിളിയോട് സഹകരിച്ചുകൊണ്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നൊരു വലിയ ശുശ്രൂഷയാണ്.
ആ പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞു അത് നമുക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ ആളുകളെ അനുസ്മരിക്കേണ്ട ദിവസമാണ്. കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവവിളിയുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കളാകാം, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ആകാം, ഗ്രാമത്തിലുള്ള ആരെങ്കിലും ആകാം, ഇടവകയിലെ മതബോധന അധ്യാപകനായിരുന്ന ആരെങ്കിലും ആകാം. ആരൊക്കെയോ അവരുടെ വിശ്വാസ ജീവിത മാതൃകയിലൂടെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവവിളിയിലേക്ക് വരുവാൻ ഈ നല്ല ദിവസം ഈ വിശുദ്ധനെ വിയാനിയെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവവിളിക്ക് പ്രചോദനവും പ്രേരണയുമായ ആളുകളെയും സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്നേഹ ബഹുമാനമുള്ളവരെ, അന്ന് ഇടവക വികാരിയായി നിയമനം കിട്ടി ഈ വിശുദ്ധൻ ജോൺ മരി വിയാനി ഗ്രാമമായ ഈ ആർസിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ജീവചരിത്രത്തിൽ വായിച്ചത് പ്രകാരമാണ്. ഒരു ഇടയ ചെറുക്കനാണ് ആർസിലേക്കുള്ള വഴി കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ആ ഇടയ ചെറുക്കനോട് വിയാനി പറഞ്ഞതാണ്, പ്രിയ സ്നേഹിത, നീ എനിക്ക് ആർസിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നു. സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ മാഹാത്മ്യം. ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അതിൻ്റെ ഭാഗമാണ്. ആത്യന്തികമായി ദൈവത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാനുള്ള മനോഹരമായ വിളിയാണ് നമുക്കുള്ളത്. ഇടയനായ ആ ബാലനോട് വിശുദ്ധൻ പറഞ്ഞതാണ്, നീ എനിക്ക് ആർസിലേക്കുള്ള വഴി കാണിച്ചു, ഞാൻ നിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരും. 42 വർഷം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ആൾക്കൂട്ടത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നില്ല. നമുക്കറിയാം, 10-18 മണിക്കൂർ ഒരു ദിവസം അദ്ദേഹം കുമ്പസാരക്കൂട്ടിലിരുന്നെങ്കിൽ കുമ്പസാരിക്കാൻ വരുന്നത് ഒറ്റയ്ക്കാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ അവസ്ഥയിൽ അയാളെ വ്യക്തിപരമായി ആ കൂദാശയിൽ അറിയുകയും മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ കൃപയുടെ മുന്നിൽ സമർപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഒരു കൂദാശയാണല്ലോ അനുരഞ്ജനം. ആത്യന്തികമായി ആത്മാക്കളുടെ രക്ഷയാണ് പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധനെ സ്മരിക്കുമ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്ന ജനസമൂഹത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ആടുകളുടെ മണമുള്ള ഇടയന്മാർ എന്ന് പറഞ്ഞതുപോലെ ആളുകളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, അവരുടെ ജീവിത അനുഭവങ്ങളിലേക്ക് അതിൽ പങ്കുചേരുവാൻ, അത് മനസ്സിലാക്കുവാൻ, അവരെ ആത്മീയമായി ദൈവത്തിലേക്ക് ആനയിക്കുവാൻ എടുക്കുന്ന പരിശ്രമങ്ങൾ, അതാണ് ശ്രേഷ്ഠവും മനോഹരമായത് എന്നോർക്കാം. ഇന്ന് വായിച്ച ആദ്യത്തെ വായന എസെക്കിയേൽ പ്രവാചകൻ്റെ ദൈവവിളിയുടെ ഭാഗമാണ്. ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഒരർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ കാവൽക്കാരനാണ് വൈദികൻ, പുരോഹിതൻ. ആ വായനയിൽ കണ്ടു കാണും, ഓരോ വ്യക്തിയുടെയും നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദുഷ്ടനെ താക്കീത് ചെയ്യുക, അവനെ ഉപദേശിക്കുക, അവന് ദൈവത്തിൻ്റെ വചനം അറിയിക്കുക. ഇതാണ് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടുന്നത്. ദുഷ്ടനെ അവൻ്റെ ദുഷ്ടതയിൽ മരിക്കുവാനല്ല, ദുഷ്ടത വെടിഞ്ഞ് അവൻ നന്മയിലേക്ക് വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീതിമാനോടും മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് കാവൽക്കാരനായ പ്രവാചകൻ്റെ ദൗത്യം. ഈ കാവൽക്കാരനാകുന്ന അനുഭവമാണ് ഇടവക വികാരിമാർക്ക് ഇന്ന് ഉള്ളത്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ അത് ഏറ്റവും നല്ലതായി നിർവഹിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധനെ രൂപപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഈ ജീവചരിത്രത്തിൽ കണ്ടത് ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവൃത്തികളുമാണ് ജോൺ വിയാനിക്ക് ആത്മീയമായ കരുത്ത് നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും ലാളിത്യവുമാണ് എല്ലാവരെയും ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും ജീവിത ലാളിത്യവും. റൊട്ടിയും ഉരുളക്കിഴങ്ങുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണം. ഒഴിഞ്ഞു കിടന്ന ദേവാലയം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലമായി ആ ദേവാലയം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. അകലെയും അടുത്തുമുള്ള ഇടവകളിൽ നിന്ന് പോലും വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അദ്ദേഹം
പ്രസംഗ ചാതുര്യമുള്ള ആളായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരുന്നു. അതെല്ലാ വിശ്വാസികളെയും സ്പർശിച്ചു. ഇതാണ് കാര്യം. ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു ഈ വിശുദ്ധൻ്റേത്. ഞാൻ ചുരുക്കുന്നു. ദൈവം ദാനമായി സഭയ്ക്ക് നൽകുന്നതാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന നമ്മൾ വൈദികർ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിയാനി പുണ്യവാളനെ സ്മരിക്കുന്ന ദിവസമാണ്. അദ്ദേഹം നമുക്ക് പ്രചോദനമാണ്, മാതൃകയാണ്, ഒപ്പം വെല്ലുവിളിയുമാണ്. ലാളിത്യത്തിലൂടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് ദൈവവിളി ലഭിക്കുവാൻ ഇടയായ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നന്ദിയോടുകൂടി സ്മരിക്കാം. നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയിലുള്ള എല്ലാ ഇടവകളെയും, എല്ലാ വൈദികരെയും, വൈദിക വിദ്യാർത്ഥികളെയും, ദൈവജനത്തെയും നമ്മുടെ ശുശ്രൂഷയിലൂടെ, സേവനത്തിലൂടെ ആത്മീയമായി ദൈവം വളർത്തുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതിൻ്റെ ഒരു പ്രധാന പങ്ക് നമ്മൾ ഓരോരുത്തരും ഇന്ന് നിർവഹിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ഒരു പുരോഹിതനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുകയും ശക്തിപ്പെടുത്തുന്ന, കരുത്തു പകരുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രയാണം തുടരാം. വിശുദ്ധൻ നമ്മളേവരെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാ അച്ഛന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.